ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. നമുക്കറിയാം, ഖത്തർ അതുപോലെ തന്നെ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും വളരെ കാലമായിട്ട്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അത് UAE ആയാലും, സൗദി അറേബ്യ ആയാലും, ഖത്തർ ആയാലും, ടർക്കി ആയാലും മറ്റ് ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗം സപ്പോർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന് കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ്, അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരാണല്ലോ. കാരണം ഇപ്പോഴും അത് ഒരു ഡിസ്പ്യൂട്ടായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യ പറയുന്നു കാശ്മീർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാൻ പറയുന്നു അതങ്ങനല്ല. അപ്പം അങ്ങനെ 47 മുതൽ ഈ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ കാശ്മീർ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ട്, അറബ് രാജ്യങ്ങളൊക്കെ എപ്പോഴും പാകിസ്ഥാന്റെ പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുകയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് പ്രവിശ്യയാണെന്നും അത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പരിഹരിക്കണം എന്നും പറഞ്ഞ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ദീർഘകാലമായിട്ട് പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഈ അടുത്ത കാലത്തായിട്ട് UAEയും സൗദിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുത്തിയെങ്കിലും അത് ഇന്ത്യ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും അതിനകത്തിൽ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സക്സസ്ഫുൾ ആകുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ തീർച്ചയായിട്ടും കൂടുതൽ കച്ചവടങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്താനും കഴിയുമെന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ബന്ധങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഹായിക്കുകയും, പല രീതിയിൽ സഹായിക്കുകയും പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത്. കാരണം മുസ്ലിം രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പാകിസ്ഥാനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഖത്തർ എപ്പോഴും പാകിസ്ഥാനൊപ്പമാണ്, എല്ലാ രീതിയിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടർക്കി, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഏറ്റവും പ്രകടമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും പ്രകടമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ ഏറ്റവും ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഖത്തറും ടർക്കിയൊക്കെ തന്നെ. അൽ ജസീറ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഖത്തറിന്റെ റോയൽ ഫാമിലി ഓൺ ചെയ്യുന്നതാണ്. 100% അതിന്റെ ഷെയർ ഖത്തറിന്റെ റോയൽ ഫാമിലിക്കാണ്. അൽ ജസീറ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും, ഒരു വാർത്തയും, ഒരു ന്യൂസും ഖത്തറിന്റെ റോയൽ ഫാമിലി അറിയാതെ നടക്കത്തില്ല. അപ്പൊ ഇത്രയും നാളും അവര് പാകിസ്ഥാന്റെ പക്ഷം പിടിച്ച്, അതുപോലെ തന്നെ കാശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണ് എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മാപ്പ് കാണിക്കുമ്പോൾ, അതായത് ഇന്ത്യയുടെ പാകിസ്ഥാനൊക്കെ ഭൂപടം കാണിക്കുമ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത രീതിയിലാണ് അൽ ജസീറയൊക്കെ എപ്പോഴും അതിനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഒരു ഷോക്കിംഗ് ന്യൂസാണ്. ഇന്ത്യയെ സംബന്ധിച്ചൊരു ഇന്ത്യയെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഷോക്കിംഗ് ന്യൂസാണ്. അത് ആകസ്മികമായിട്ട് സംഭവിക്കുകയോ അബദ്ധം പറ്റുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം നമുക്കറിയാം, വലിയൊരു ഗ്ലോബലായിട്ടുള്ള ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ പുറത്തുവിടുന്ന, അല്ലെങ്കിൽ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മതയോടും എഡിറ്റിങ്ങും ഒക്കെ തന്നെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ തെറ്റുണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണം ഇത് ചിരകാലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട്, അതിനകത്തിലൊരു ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഷയം കൂടെ ആയതുകൊണ്ടും, അവരുടെ ഒരു ബ്രദർ മുസ്ലിം രാജ്യത്തിന്റെ കാര്യമായതുകൊണ്ട് അത് തെറ്റുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇത് വളരെ
വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു ഷോക്കിംഗ് ന്യൂസാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് അത് പ്രത്യേകിച്ചൊരു എന്താണ് പറയുന്നത്, ഒരു സന്തോഷം തരുന്ന വാർത്തയൊന്നുമല്ല, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം തരുന്ന വാർത്തയൊന്നുമില്ല. കാരണം ഖത്തർ ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമൊന്നുമല്ല. അതായത് കഴിഞ്ഞ വർഷം വരെ അസാധ്യമെന്ന് തോന്നിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. അൽ ജസീറ എന്ന് പറയുന്ന ഖത്തർ ഓൺ ചെയ്യുന്ന, ഖത്തറിന്റെ റോയൽ ഫാമിലി 100% ഓഹരി ഓൺ ചെയ്യുന്ന നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രോ ടി വി ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അവര് സാധാരണ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നു. ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രൈം ടൈമിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ, അല്ലെങ്കിൽ അവസരത്തിൽ, അൽ ജസീറ ഒരു മാപ്പ്, ഒരു ഭൂപടം അവർ കാണിക്കുകയുണ്ടായി. ആ ഭൂപടത്തിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ ഇന്ത്യയുടെ മാപ്പ് കറക്റ്റായിട്ട് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ മൊത്തമായിട്ട് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും അതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ടും ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അതിനെ വെട്ടിമാറ്റി ഇന്ത്യയുടെ ഭാഗമല്ലാതാക്കി ആണ് അവരെപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. പ്രൈം ടൈമിലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കാണിച്ച ഭൂപടത്തിലാണ് ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ എന്ന രീതിയിൽ അവർ പ്രദർശിപ്പിച്ചത്. അപ്പൊ ഈ അൽ ജസീറ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമുക്കെതിരെ ഫേക്ക് ന്യൂസ് ഒക്കെ, അതായത് നമ്മളുടെ ഒത്തിരി റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെയുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസ്, എന്ന് വെച്ചാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി നമുക്കെതിരെയുള്ള ഫേക്ക് ന്യൂസ് ഈ സ്പ്രെഡ് ചെയ്ത അതേ അൽ ജസീറ തന്നെയാണ് ഇപ്പോൾ ഈ നിലപാടിനകത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഇന്ത്യയുടെ S-400 പാകിസ്ഥാൻ ബോംബിട്ട് നശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നറേറ്റീവ് എന്താണോ, ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, പാകിസ്ഥാന്റെ നിലപാടുകളെ അവരുടെ ചാനലിൽ കൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർ ഇത്രയും നാളും ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്വിറ്ററിനകത്തിൽ ഒരു ട്വീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഖത്തറിന്റെ അൽ ജസീറ ഇന്ത്യയുടെ മാപ്പ് കറക്റ്റായിട്ട് കാണിച്ചു. അപ്പൊ ഇത് തീർച്ചയായിട്ടും കാശ്മീർ മൊത്തമായിട്ട് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മാപ്പ് കാണിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള രീതിയിലാണ് ആ മാപ്പ് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പാകിസ്ഥാനെ സംബന്ധിച്ചൊരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം ഖത്തറിന്റെ നിലപാടുകൾ, പാകിസ്ഥാനോടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകൾക്ക് മാറ്റമുണ്ടായോ, ഖത്തർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ളൊരു സംശയം പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അൽ ജസീറ നമ്മൾ പറഞ്ഞു അവര് ശരിക്കും ഗ്ലോബലി റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വലിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കാണ്. അപ്പോൾ അവർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയില്ല. കാരണം അവർ കാണിക്കുന്ന എല്ലാ വാർത്തകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ജിയോ ജിയോ പൊളിറ്റിക്കലി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവരെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഖത്തറിന്റെ റോയൽ ഫാമിലി അപ്രൂവ് ചെയ്യാതെ അതിനകത്ത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന വളരെ വൈറ്റലായിട്ടുള്ള, എന്ന് വെച്ചാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യവും മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് തന്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഖത്തർ റോയൽ ഫാമിലിയുടെ പൂർണ്ണമായിട്ടുള്ള അപ്രൂവൽ ഇല്ലാതെ അവർക്ക്, അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവരുടെ പ്രോക്സീസ് ഉണ്ടല്ലോ ചാനലിനകത്ത്. കാരണം ചാനൽ അവരുടെ ആണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നതെല്ലാം കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും തന്നെ അതിൽ പ്രധാനപ്പെട്ട ഇതുപോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളെ അവരൊരിക്കലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അപ്രൂവൽ ഇല്ലാതെ ഒരിക്കലും അത് കാണിക്കത്തില്ല. കാരണം അവരാണ് അതിൻ്റെ 100% ഷെയർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമോ അനുവാദമോ ഇല്ലാതെ ഒന്നും തന്നെ എയർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഭൂപടം കാണിച്ചത് മിസ്റ്റേക്ക് അല്ല, തെറ്റല്ല, അവർക്ക് അബദ്ധം പറ്റിയതല്ല, അതൊരു മെസ്സേജാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത്
അറബ് വേൾഡ് പൊതുവെ ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് എന്ന് അംഗീകരിച്ച് പതുക്കെ പതുക്കെ ഗ്രാജ്വലി അംഗീകരിച്ച് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം എന്നാണ് പൊതുവെയുള്ള ജിയോ പൊളിറ്റിക്കൽ ഒരു എന്താ പറയുന്നത് വിശദീകരണം നൽകുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. പാകിസ്ഥാന്റെ സപ്പോർട്ടറായിരുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് എന്നുവെച്ചാൽ പാകിസ്ഥാൻ എന്നുണ്ടായോ അന്ന് മുതൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഖത്തറായാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും. കാരണം പാകിസ്ഥാൻ നട്ടം തിരിയുന്ന ഈ സമയത്തൊക്കെ തന്നെ ഫൈനാൻഷ്യലി സഹായങ്ങൾ നൽകുന്ന രാജ്യങ്ങളാണ് ഖത്തറും സൗദിയും UAE ഒക്കെ തന്നെ പല രീതിയിലുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു അൽ ജസീറയുടെ ഭാഗത്തു നിന്നുള്ളൊരു മനംമാറ്റം ഖത്തർ റോയൽ ഫാമിലിക്ക് പാകിസ്ഥാനോടുള്ള ആ ഒരു നിലപാടിനകത്തുള്ള മാറ്റമാണോ എന്നുള്ളത് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, പാകിസ്ഥാനിൽ അത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് അത് ലഭിക്കാവുന്ന വലിയൊരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ TV പ്രോഗ്രാമിനകത്തിൽ പാനലിസ്റ്റ് എല്ലാ പാനലിസ്റ്റും പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റും അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പാകിസ്ഥാനെ ക്രിട്ടിസൈസ് ചെയ്ത്, കാരണം ഇതൊക്കെ ഫിക്സ്ഡ് ആണല്ലോ നേരത്തെ തന്നെ പ്രോഗ്രാംസ് എല്ലാം തന്നെ. അപ്പം തീർച്ചയായിട്ടും ഒരു TV ചാനലിൻ്റെ നിലപാടിന് മാറ്റം ഉണ്ടാകുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള രീതിയിൽ ചാനൽ ചർച്ചകൾ സംഘടിപ്പിക്കും. അപ്പം ഇങ്ങനൊരു ടോപ്പിക്ക് ആണ് ഈ ചാനൽ ചർച്ചയുടെ പിന്നെ ഈ പറഞ്ഞ ഭൂപടം കാണിക്കലൊക്കെ ഉണ്ടായത്. അപ്പം അതിനകത്തിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റും അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ഈ പറഞ്ഞ പ്രശ്നത്തിന് പാകിസ്ഥാനാണ് കാരണക്കാരെന്ന് പറഞ്ഞ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്തത് പാകിസ്ഥാനെ അല്പം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് അമേരിക്കയിലും ഈ പറഞ്ഞ ചാനൽ തന്നെയാണ് പാകിസ്ഥാന് വേണ്ടി അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ വിടുപണി ചെയ്യുന്നത്. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച് ഇന്ത്യയെ നാറ്റിക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ തന്നെ ഈ ചാനൽ തന്നെയാണ് ഈ പറഞ്ഞ പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ചാനലാണ് ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റി ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊരു ഗ്ലോബലി റെപ്യൂട്ടഡ് ചാനലാണ്. അവരുടെ ഇൻഫ്ലുവൻസ് സ്വാധീനമൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനമാണ് അവർക്കുള്ളത്. കാരണം ഈ ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റിലൊക്കെ തന്നെ ഈ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ പിന്നെ ലോകം മൊത്തവും അറിയുന്നത് അൽ ജസീറ എന്ന് പറയുന്ന ചാനലിൽ കൂടെയാണ്. അപ്പോൾ ഗാസ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിനെതിരെ അവർ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഈ ബോംബിങ്സും അല്ലെങ്കിൽ അതുപോലുള്ള ആക്രമണത്തിനൊക്കെ ഭയങ്കര കവറേജ് നൽകി ലോകം മുഴുവന് ഈ പാലസ്തീനുകാർക്ക് അനുകൂലമായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ അവർ ഭയങ്കരമായിട്ട് വിജയിച്ച കക്ഷികളാണ് ഈ അൽ ജസീറ. അപ്പോൾ അവർ നിസ്സാര ഉള്ളിയൊന്നുമല്ല നമുക്കറിയാം, വളരെ നൊട്ടോറിയസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് കാശ്മീര് കാരണം ഈ ചാനൽ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്ത് ഇത് കാണുന്നുണ്ട് ഈ ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് ഈ ചാനലിൽ കൂടെ പ്രദർശിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള ഒത്തിരി ആൾക്കാർ ഈ പറഞ്ഞൊരു നറേറ്റീവ് കാണുകയും അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു എന്താണ് പറയുക ഒരു തരംഗമായിട്ട് മാറാനുള്ള സാധ്യതയും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയുമാണ്, ആശങ്കയുമാണ്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം നമുക്കറിയാം ഈ ചാനലുകാർക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ നെറ്റ്വർക്കായിട്ടുള്ള ഏത് ചാനലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നറേറ്റീവും അതുപോലെ തന്നെ ആ നറേറ്റീവിന് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നറേറ്റീവ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള ആൾക്കാരെ അത് എങ്ങനെ ബാധിക്കും, രാജ്യങ്ങളാണെങ്കിൽ രാജ്യങ്ങൾ, വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏം, സ്ഥ- സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾ, ഇല്ലേ? ഇതൊക്കെ നമ്മൾ ഡെയിലി ഈ പറഞ്ഞ TV ചാനലിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്നെ സൈക്കോളജിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പീനിയനെ കാഴ്ചപ്പാടിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും ഗ്ലോബൽ വ്യൂവർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ഗ്ലോബൽ റീച്ചുള്ള അൽ ജസീറ പോലുള്ള ഒരു ചാനലിൽ കാശ്മീർ
ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് പിന്നെ കാണിക്കുന്നൊരു ഭൂപടം അവര് അതിൽ കൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ജനങ്ങളെ കാണിക്കുമ്പോൾ അത് ഇന്ത്യക്ക് എത്രത്തോളം അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഇത് ഇന്ത്യ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. ഏകദേശം ഒരു കുറച്ചു കാലം മുമ്പ് വരെ ഇന്ത്യയും ഖത്തറും തമ്മിൽ അങ്ങനെ പറയത്തക്ക മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളുമായിട്ട്, കാരണം ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യ കൂടുതൽ അതിനകത്തുനിന്നും വലിയ കൈകടത്തലുകളൊന്നും നമ്മൾ നടത്താറില്ല. അപ്പം മോറോർലെസ് എന്നുള്ള രീതിയിലാണ് ബന്ധങ്ങളൊക്കെ തന്നെ നടന്നത്. പിന്നെ UAE ആയിട്ടും സൗദി ആയിട്ടൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ ആ, നമുക്ക് അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഇച്ചിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ. അപ്പോൾ അവരുടെ ഖത്തറിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ കാലം വരെ അവരുമായിട്ട് നല്ല ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായി മാറിയെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം നിലനിൽക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിക്കുകയും ആ ഖത്തർ സന്ദർശന വേളയിൽ ഖത്തറുമായിട്ട് ഒത്തിരി കരാറുകളൊക്കെ തന്നെ ഒപ്പിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഖത്തറും ഇന്ത്യയും തമ്മിലൊരു പുതിയ ബന്ധത്തിൻ്റെ അധ്യായം തുറക്കുവാൻ അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പം അങ്ങനെ ഇന്ത്യ ഖത്തറിനെ നമ്മളുടെ സൈഡിലേക്കാക്കി. അങ്ങനെ ആക്കിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം അല്ലെങ്കിൽ തെളിവായിരിക്കാം ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഭൂപടം ഇന്ത്യക്ക് അനുകൂലമായിട്ട് അൽ ജസീറയിൽ കൂടെ ഖത്തർ ലോകത്തെ കാണിക്കുന്നത് അല്ലെങ്കിൽ ലോകത്ത് ഇത് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ഥിരത നമുക്കറിയത്തില്ല. ഖത്തർ എത്രത്തോളം പാകിസ്ഥാനെ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയില്ല. ഏകദേശം പാകിസ്ഥാൻ കഴിഞ്ഞ 75 വർഷമായിട്ട് അറബ് രാജ്യങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ കാശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്, ഇന്ത്യ അവിടെ കടന്നാക്രമിച്ച് പിന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി അറബ് രാജ്യങ്ങളെ വിശ്വസിപ്പിച്ച് അതിൽ അവരേറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അൽ ജസീറ ആ നറേറ്റീവിനെ തകർത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടിലേക്ക് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് പാകിസ്ഥാനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഷോക്കിംഗ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്ത്യക്ക് അങ്ങനെ ഷോക്ക് ആവേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഈ ഞെട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്തിൽ പ്രത്യേകിച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന രാജ്യമൊന്നുമില്ല. കാരണം ഏത് സംഭവങ്ങളുണ്ടായാലും നമുക്കറിയാം. നമ്മൾക്ക് കാശ്മീർ വിഷയത്തിൽ നമ്മളുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മൾ ലോകത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഇന്ത്യ ഇവിടെ ആര് ഭരിച്ചാലും ഒരിക്കലും പുറമോട്ട് മാറിയിട്ടില്ല, പുറമോട്ട് നമ്മൾ മാറത്തില്ല. അപ്പോൾ ഖത്തർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അല്ലെങ്കിൽ UAE ഒക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താലും അവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ഒത്തിരി അസിസ്റ്റൻസ് കൊടുത്താലും മിലിറ്ററി അസിസ്റ്റൻസ് കൊടുത്താലും ഒന്നും ഇന്ത്യയെ സംബന്ധിച്ചൊരു വിഷയമല്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വളരെ പരിചിതമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇതൊരു സംസാര വിഷയമായിരിക്കുന്നത്. അപ്പോൾ അറബ് വേൾഡും അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഇത് സൂക്ഷ്മമായിട്ട് എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് ക്ലിയർ ആണ്, കാശ്മീർ ഇന്ത്യയുടെയാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് എന്നും അങ്ങനെ ആയിരുന്നു, എന്നും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അൽ ജസീറ പോലുള്ള വലിയൊരു TV നെറ്റ്വർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാശ്മീരിനെ കൂടെ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിനെ കാണിച്ചത് വലിയൊരു നറേറ്റീവിൻ്റെ ഷിഫ്റ്റാണ്. അല്ലെങ്കിൽ അവർ ഇത്രയും നാളും തുടർന്നുകൊണ്ട് വന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായിട്ട് എടുത്തുകൊണ്ടിരുന്ന നറേറ്റീവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ അനുകൂല നിലപാടായിട്ട് നമുക്കിതിനെ തൽക്കാലം കാണാം. പക്ഷേ ഇതിൻ്റെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഈ സ്ഥിരത, ഇത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യും ഇങ്ങനൊരു സ്റ്റാൻഡ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. അവരിപ്പോൾ ഇങ്ങനെ ഇത് കാണിക്കുവാൻ കാരണമായതിൻ്റെ അല്ലെ കാണിക്കുവാൻ ഉണ്ടായതിൻ്റെ കാരണവും നമുക്കറിയില്ല. പക്ഷേ ഇത് അബദ്ധം സംഭവിക്കത്തില്ല, അവർക്ക് മിസ്റ്റേക്ക് വരത്തില്ല, അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുതന്നെയല്ല, ഖത്തർ റോയൽ ഫാമിലിയുടെ അനുവാദവും അനുഗ്രഹവും ഇല്ലാതെ ഇതുപോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിൽ
ഇതുപോലുള്ള ഒരു നിലപാട് അൽ ജസീറ എന്ന് പറയുന്ന ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. ഏതായാലും തൽക്കാലം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. അൽ ജസീറയ്ക്ക് സൽബുദ്ധി ഉദിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇങ്ങനൊരു നിലപാട് മാറ്റം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യ വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന പാകിസ്ഥാനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് കൈകോർക്കുന്നതായിരിക്കും ഖത്തറിനെ പോലും മറ്റ് അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ പ്രയോജനകരം. അത് അറബ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളിൽ UAE ആയാലും സൗദി ആയാലും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയായിട്ട് കൂടുതൽ ബന്ധങ്ങൾ വ്യാപിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഖത്തറിനെ സംബന്ധിച്ചും അവർക്കും ഇന്ത്യയുമായിട്ട് നല്ല ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.